സലാസുൻ തുക്തബു ലകൽ വുദ്ദു ഫീ സ്വദരി അഖീക്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ഹിക്മത്ത് എപ്പോഴും മനസ്സിലാക്കി വെച്ചോളൂ. ഉമർ തങ്ങൾ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ സ്നേഹം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ, സൗഹൃദ ബന്ധങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ 3 കാര്യം ചെയ്യണം. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് വിളിക്കേണ്ടത്. ഒരാളുടെ നല്ല പേര് വിളിക്കുക. ഒരാൾക്ക് നാട്ടുകാരിടുന്ന പേരുണ്ടാവും, ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അത് വിളിക്കരുത്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കരുത്. അവർക്ക് ഇഷ്ടപ്പെട്ട പേരെ വിളിക്കുക. അറബികളൊക്കെ ആണെങ്കിൽ മൂത്ത മകൻ്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സദ്യക്ക് എന്നൊരു ബക്കർ എന്ന പേരില്ല, മകനില്ല, പക്ഷെ എന്നാലും അങ്ങനെ പേരുണ്ട്. അബൂ ഹഫ്സ്, ഉമർ തങ്ങളുടെ പേര്. ഹഫ്സ് എന്ന് പറഞ്ഞ മകനില്ല ആർക്ക്? ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. അബൂദർ എന്നവർക്ക് ദർ എന്ന് പറഞ്ഞ മോനും ഇല്ല. പക്ഷേ മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പേര്, ഖാലിദ് തങ്ങളുടെ അബൂ സുലൈമാൻ എന്ന് പറയും. നമ്മൾ സുലൈമാൻ അല്ല മൂത്ത മോന് അല്ലേ? മൂന്നാമത്തെ ആളല്ലേ? മൂത്താളെ പേര് നജാത്തുള്ള. ഇപ്പോൾ ഞങ്ങളെ ഫൈസി ഉസ്താദിന് ഇപ്പോൾ ഒരു ഉദാഹരണം, അറബികളാണെങ്കിൽ നജാത്തുള്ള എന്നാ പറയാം. അബൂ നജാത്തുള്ള, നജാത്തുള്ളാൻ്റെ വാപ്പാന്ന്. ഏറ്റവും മൂത്ത ആൺകുട്ടിയുടെ പേരാ പറയാം. അത് അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ വിളിക്കാൻ നിൽക്കേണ്ട. അതങ്ങനെ ഒരു ശീലമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞത്ത് വിളിക്കണം എന്ന് ഫറോവയുടെ അടുക്കത്ത് ചെല്ലുമ്പോൾ അബൂമുറ എന്ന് വിളിക്കണം എന്നൊക്കെ പറയാനാണ്. ഇഷ്ടമുള്ള പേര് വിളിക്കാനാണ്, ഇഷ്ടമുള്ള പേര്. ഇപ്പോൾ ആൺകുട്ടികളില്ല, ഇപ്പോൾ പെൺകുട്ടിയുടെ പേരാ. അപ്പോൾ അബൂ ഹനീഫ എന്ന് പറഞ്ഞ ഹനീഫ എന്ന പെൺകുട്ടിയുടെ വാപ്പ എന്നാണ് അബൂ ഹനീഫ. ഹനീഫ എന്ന പെൺകുട്ടിയുടെ വാപ്പയതിൻ്റെ പേരിലാണ് അബൂ ഹനീഫ എന്നാവുന്നത്. ഓക്കെ, നമ്മൾ ആൺകുട്ടിക്കും ഹനീഫ എന്നൊക്കെ പേരിടുന്നുണ്ട്, കുഴപ്പമില്ല, സാറില്ല. തലാസുൻ തുക്തബു ലകൽ വുദ്. 3 കാര്യങ്ങൾ ചെയ്താൽ സ്നേഹം നിലനിൽക്കും, ബന്ധങ്ങൾ നിലനിൽക്കും. ഏറ്റവും നല്ല അവരിഷ്ടപ്പെടുന്ന പേരാണ് വിളിക്കേണ്ടത്. ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തുക, ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കുക. അവരോട് അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങുക. ഇത് 3ഉം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം കിട്ടും ജനങ്ങളിൽ നിന്ന്. ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും, മറക്കല്ലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു